രാജ്യത്ത് അനുഭവപ്പെടുന്നത് കനത്ത ചൂട്. ഹ്യൂമിഡിറ്റി അളവ് ഇന്ന് 90% മുകളിൽ. ചൂട് 44 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. കൗതുകമുണർത്തി ബഹ്റൈൻ പേൾ ഡൈവിംഗ് മത്സരം. മുഹറക്കിന് വടക്കുള്ള ഹെയർ ഷാദിയ മറൈൻ ഏരിയയിൽ നടന്ന മത്സരത്തിൽ 11.14 ഗ്രാം മുത്തുകൾ ശേഖരിച്ച് അബ്ദുള്ള ഖലീഫ അൽ മുഅവ്വദ വിജയിയായി. 2025 മാനവ വികസന റിപ്പോർട്ടിൽ മികച്ച നേട്ടവുമായി ബഹ്റൈൻ. അറബ് രാജ്യങ്ങളിൽ 3-ാം സ്ഥാനവും ആഗോളതലത്തിൽ 38-ാം സ്ഥാനവും സ്വന്തമാക്കി പവിഴദ്വീപ്. ബഹ്റൈൻ വനിതകളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സുപ്രീം കൗൺസിൽ ഫോർ വിമൻ 2025-26 വർഷത്തേക്കുള്ള ദേശീയ പദ്ധതിക്ക് രൂപം നൽകി. ഹമദ് രാജാവിന്റെ പത്നിയും കൗൺസിൽ ചെയർപേഴ്സണുമായ ഷെയ്ഖ സബീക്ക ബിൻറ്റ് ഇബ്രാഹിം ആൽ ഖലീഫയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈനിൽ യുവ കർഷകരുടെ വിപണിക്ക് തുടക്കം. മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ മന്ത്രാലയവും നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ വിപണി ഓഗസ്റ്റ് 10 മുതൽ 14 വരെ പ്രവർത്തിക്കും. ബഹ്റൈൻ ഒമാൻ സംയുക്ത ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് ബഹ്റൈൻ ടൂറിസം മന്ത്രി. ബഹ്റൈനി ഒമാൻ സംരംഭക അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി.